ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു വ്ളോഗും വരുന്നത്. ബ്രദറിൻ്റെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറീൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം പറഞ്ഞ പോലെ 2 കേക്കാണ് ഉണ്ടാക്കിയത്. ഒന്ന് നമ്മുടെ ഈ ഡ്രസ്ലെച്ചസ് കേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു മാംഗോ ഫ്ലേവേർഡ് കേക്കാണ്. റെസിപ്പിയൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എടുക്കാൻ പറ്റിയില്ല. നോർമലായിട്ടുള്ള മാംഗോ ഫ്ലേവേർഡ് കേക്കാണ്. സിമ്പിളായിട്ട് തന്നെയാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ വേണ്ടവർക്ക് ഞാൻ ഇനിയൊരു ദിവസം ഉണ്ടാക്കുമ്പം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് മന്തിയാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മന്തി റെസിപ്പി. ഒരുപാട് ആൾക്കാരൊന്നും കണ്ടിട്ടില്ല, കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് നോക്കണം കേട്ടോ. ആ ഒരു റെസിപ്പീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മന്തിയും ഉണ്ടാക്കിയത്. പക്ഷേ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു വ്യത്യാസം, കളർ വൈസ് ആയാലും ടേസ്റ്റ് വൈസ് ആയാലും കുറച്ചൊരു മാറ്റം ഉണ്ടാവും. ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതൊക്കെ തലേന്ന് രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതൊക്കെ തലേന്ന് രാത്രിയാണ്. അപ്പോൾ ചിക്കൻ ഞാനിപ്പം 2 ചിക്കനാണ് വാങ്ങിയത്. ഒരു ചിക്കൻ 4 പീസായിട്ട് വലിയ സൈസിലുള്ള ചിക്കനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് വാങ്ങിയത്. അപ്പോൾ 2 എണ്ണം 8 പീസായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഉപ്പൊക്കെ ഉള്ള വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മസാലയൊക്കെ അങ്ങ് കയറും. ഇനി വരഞ്ഞതിന് ശേഷം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള മന്തി മസാല വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മന്തി മസാല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വലിയൊരു പാത്രത്തിൽ ഞാൻ ആദ്യം കുറച്ച് പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം മന്തി മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഓപ്ഷണലാണ്, ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് ഈ ഒരു മസാല നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ചിക്കനിലെല്ലാ മസാലയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പൗഡറെല്ലാം കൂടെ ഒന്ന് പേസ്റ്റായി കിട്ടാനായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം സ്റ്റോക്കിലില്ല ഒലിവ് ഓയിൽ. അപ്പം ഞാനും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുത്തിട്ട് അത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം. അപ്പം ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് വെക്കണം, ഒരുപാട് വെള്ളമായി പോകണ്ട. അങ്ങനെ ഇതാ ചിക്കൻ നന്നായി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറഞ്ഞത് എന്തായാലും ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പം ഞാനിത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഏട്ടത്തി അനിയത്തിയും നല്ല കളിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. റോഹയും ഐരിനും. റോഹയ്ക്ക് ഭയങ്കര കാര്യമാണ് ഐരിനെ എടുത്ത് നടക്കാനൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ നാസ്തയൊക്കെ പെട്ടെന്ന് ചടപടയെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മന്തി ഉണ്ടാക്കേണ്ട പരിപാടിയിലേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങി. അപ്പം വലിയൊരു പാത്രമാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ കീറുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അപ്പാടെ അങ്ങ് ഇട്ട് കൊടുത്തതാണ്. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നേരത്തെ നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തില്ലേ മന്തി മസാല, അതൊരു 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഓരോന്നായിട്ട് നിരത്തി അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അട്ടിക്കട്ടിക്ക് ഇട്ട് കൊടുക്കാണ്ട് ചിക്കൻ എല്ലാ ഭാഗത്തും ആ പാത്രത്തിൽ നിരത്തി ഇട്ട് കൊടുക്കണം.
പിന്നെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ഒരു 1/4 മണിക്കൂർ മുമ്പ് ഈ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. ഫ്രീസറിലല്ലേ, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നിരത്തി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ആ ചിക്കനിന് ചെറിയൊരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരും. അപ്പോൾ വേറൊരു അടുപ്പിൽ ഞാനിപ്പം മന്തിക്ക് വേണ്ടിയിട്ട് വെള്ളം ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അളന്നെടുത്ത് വെച്ചിട്ടുള്ള വെള്ളമാണ്. അതെത്രയാണെന്നുള്ളത് ഞാനിപ്പം ഒഴിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ എന്തായി നോക്കാം. ഞാനിപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റേ ഞാൻ അടച്ചു വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അടുത്ത സൈഡും ഒരു 2-3 മിനിറ്റ് വെച്ച് അടച്ചു കൊടുക്കാം. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചിക്കൻ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരും. ചിക്കനിന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മന്തി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം കുറച്ച് കുരുമുളക് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം 1 കിലോൻ്റെ ഒരു പാക്കറ്റ് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ അളന്നിട്ട് അതിൻ്റെ 1.5 പാത്രം വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത്. എന്നിട്ട് അതാണിപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചിക്കൻ തിളച്ച് വെന്ത് വരണം. ഈ ഒരു വെള്ളത്തിൽ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ചിക്കൻ നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ ചിക്കൻ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ചിക്കൻ വേവുന്ന കണക്കിന് തന്നെ അടച്ചു വെച്ചിട്ട് എത്ര സമയം ചിക്കൻ വേകണം അതിന് കണക്കായിട്ട് തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പം കുറഞ്ഞതൊരു 10 മുതൽ 12 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പം നന്നായി വെന്ത് വന്ന ചിക്കൻ ഓരോന്ന് ഞാൻ കോരി അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിനിടയ്ക്ക് ഞാനൊരു ഡ്രൈഡ് ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ അടുത്ത് പറയാനും വിട്ടുപോയി, വീഡിയോയിൽ കാണിക്കാനും മറന്നുപോയി. ഒരു ഡ്രൈഡ് ലെമൺ ചിക്കൻ ഇടുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി തിളച്ച് വന്ന ഈ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബസ്മതി അരി സെല്ലാ റൈസ് നമുക്ക് വാങ്ങാം. ഞാനിവിടെ ഇപ്പം സ്ഥിരമായിട്ട് വാങ്ങുന്നത് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പൊക്കെ കണക്കാണോ എന്ന് നോക്കിയിട്ട് ഏറ്റവും ലോ ആക്കിയിട്ട് ഫ്ലെയിം വെച്ചിട്ട് സ്ലോ ആയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പം കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ. സ്ലോ കുക്കിംഗ് ആണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ സ്ലോ ആക്കിയിട്ട് തന്നെ വെക്കണം. ഇനിയിപ്പം അടുത്ത ഒരു അടുപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വേവിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഞാൻ കുറച്ച് മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലിയാണ്, കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഇട്ടൊരു പേസ്റ്റ് ആക്കിയിട്ട് ആ ഒരു പേസ്റ്റ് ഈ ചിക്കനിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി വെന്ത് വന്നിട്ടുള്ള ആ ഒരു ചിക്കനാണല്ലോ, അപ്പം കളറും പിന്നെ ആ ഒരു എരിവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പം പാൻ നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായി മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഇതേപോലെ ആ ഒരു മസാലയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ ചൂടായ ബട്ടറിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പം അടുത്ത സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പം ആ സൈഡിലും ഈ മസാല ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നതിനനുസരിച്ചിട്ട് മസാല ഒന്ന് പുരട്ടി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ അങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും ചോറ് ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയതാണ്. എന്താ പറയുക, വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയം ഇളക്കി കൊടുത്താൽ ചോറ് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചു. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ അടിയിലൊരു തട്ടൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പം വെച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിച്ചു പോകേണ്ട, കുറച്ച് സമയം കൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോഴേക്കും ഇത് ചിക്കൻ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ചെടുത്ത ചിക്കൻ റൈസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് നന്നായി വെന്ത് വന്നപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് നല്ലൊരു കളറൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ റൈസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ പൊരിച്ചിട്ട് റൈസിൽ വെച്ചിട്ടുണ്ട്. റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറും മണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ എല്ലാം മുകളിൽ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ബട്ടർ ഉണ്ടല്ലോ, കുറച്ച് ബട്ടർ ഉണ്ട് പാനിൽ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ട്, അതും കൂടെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മന്തി ഇപ്പം ഫൈനലായി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്മോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു വീഡിയോ എവിടെയോ, ആ ഒരു പാർട്ട് എവിടെയോ മിസ്സായിപ്പോയി, കാണുന്നില്ല. എന്താ ചെയ്യുക? അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെറിയൊരു ബൗളിൽ ചാർക്കോൾ നന്നാക്കി ചൂടാക്കിയിട്ട് സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട്, ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ അടച്ച് വെച്ചാൽ മതി. നല്ല ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല സ്മോക്കി ആ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിപ്പോൾ ഒരു ഒതൻറ്റിക് മന്തിയാണെന്ന് വെച്ചാൽ അതൊന്നുമല്ല, നമ്മുടെ ആ ഒരു ടേസ്റ്റ് വന്നപ്പം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പിന്നെ കളറ് വന്നത് കാശ്മീരി റെഡ് ചില്ലി ഞാൻ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടല്ലോ, അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ ഉണ്ടാവില്ല. അത് വേണമെന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഭയങ്കര എരിവൊന്നുമില്ല. ഞാൻ പച്ചമുളക് 3 കീറാണ്ടപ്പാടെ അങ്ങ് ഇട്ട് കൊടുത്തതാണ്. കുരുമുളകാണെങ്കിൽ അതും കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എരിവ് എന്ന് പറയാനൊന്നുമില്ല, കാശ്മീരി റെഡ് ചില്ലിയാണ്, കളറ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണാൻ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.